ഈ ശക്തമായ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വാ. ഈ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഫൈറ്റ് ചെയ്യുക. യെസ്, എന്നെ കൈവിടത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല. ആ ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ വിശ്വാസത്തിന്റെ പോരാട്ടമാണ് പോരാടുന്നത്. പല പ്രാവശ്യം എക്സാം എഴുതി തോറ്റെങ്കിലും ഇപ്രാവശ്യം നിങ്ങൾ പോയി എഴുതുമ്പോൾ യേശുവിനോട് പറയുന്നു, ഇപ്രാവശ്യം എന്റെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തുണയുണ്ട്, ഞാൻ എഴുതും, ഞാൻ പാസ്സാകും. വിശ്വാസം, വിശ്വാസത്തിന്റെ യുദ്ധം, വിശ്വാസത്തിന്റെ യുദ്ധം. ഹല്ലേലൂയ. നിന്റെ രക്തത്തിൽ രോഗമെങ്കിൽ എന്ന് വിധിച്ചെങ്കിൽ ആ നിമിഷം നീ പറ, ഈ രക്തം ദൈവത്തിന്റെ ആത്മാവിനാൽ ശുദ്ധീകരിക്കുകയാണ്. എന്റെ നാടി ഞരമ്പുകൾക്ക് ദൈവം ബലം തരുകയാണ്. എന്റെ വിശ്വാസത്തെ കത്തി ജ്വലിപ്പിക്കുകയാണ്. എന്റെ ഇതിൽ പരാജയമില്ല, പരാജയമില്ല. ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നിന്റെ അധരത്തിലും ഉണ്ടാകണം, ദൈവം എന്നെ കൈവിടില്ല, അവൻ എനിക്ക് ജയം തന്നിരിക്കുന്നു. പരാജയം എനിക്കില്ല. ഹല്ലേലൂയ. പരാജയം എനിക്കില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ജീവിതത്തിൽ പലപ്പോഴും പലരും എഴുതി വെച്ചു, മകനെ നീ പരാജയപ്പെട്ടു, നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ നിമിഷങ്ങളിലും ഡോക്ടർമാർ വിധി എഴുതിയ നിമിഷങ്ങളിലും സർവശക്തനായ ദൈവം നിന്റെ കൈപിടിച്ചു പറയുകയാണ്, അധരങ്ങളിലൂടെ നിന്റെ ജീവിതം പാഴായി കളയുന്നത് പോലെ ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എന്നോടൊപ്പം നിന്നാൽ നിന്നെ ഞാൻ ഉയരങ്ങളിലേക്ക് കയറ്റും. ഞാൻ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ആകർഷിക്കാനാണ് എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ആകർഷിക്കാനാണ്. ഏതൊക്കെ രീതിയിലാണ് പരിശുദ്ധാത്മാവിനെ ആകർഷിക്കുന്നറിയോ? ദൈവവചന ധ്യാനത്തിൽ വിജയിക്കണമെങ്കിൽ 4 താക്കോലുകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക. നമ്പർ 1, ഫെയ്ത്ത്, വിശ്വാസം. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പോരാടുക. വിശ്വാസം ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. വിശ്വാസം ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഭക്ഷിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും മനസ്സിൽ ഒരു വിചാരം വേണം, എന്റെ യേശു എനിക്ക് വിജയം നൽകിയിരിക്കുന്നു. അതാണ് വിശ്വാസം. നീ സംസാരിക്കുന്ന ദൃഢനിശ്ചയം, കാണാത്ത കാര്യത്തിന്റെ ഉറപ്പ്. അത് കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ ഉറപ്പാണ് വിശ്വാസം. യെസ്, ഞങ്ങളുടെ കുടുംബത്തെ ദൈവം കൈവിടത്തില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈവിടത്തില്ല, എന്നെയോ കുടുംബത്തിനെയോ ദൈവം കൈവിടത്തില്ല. എന്റെ മകന്റെ കല്യാണം നടക്കും, എന്റെ മകളുടെ കല്യാണം നടക്കും. കർത്താവേ കർത്താവേ നടത്തണേ നടത്തണേ എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ സംസാരം മാറ്റിപ്പിടിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ സംസാരത്തിന്റെ മകന്റെ കല്യാണം നടക്കും. കാരണം നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയം വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാതെ അത് നടക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ സംസാരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ സംസാരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് സന്തോഷിക്കുന്നു? സന്തോഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊരു യുദ്ധവീരനാണ്. ആമേൻ. ഞാനൊരു പോരാളിയാണ് എന്ന് ഉറക്കെ പറയും. ഞാനൊരു പോരാളിയാണ്. തകർക്കല്ലേ? അങ്ങനെയാണ് നിങ്ങൾ പെരുമാറുന്നത്. നിങ്ങൾക്ക് ദേഷ്യം വരികയല്ലേ? ആ, പിശാചിനോട് നിങ്ങൾ സൗമ്യമായിട്ട് പറഞ്ഞ പിശാചി കയറി പോകും. അവൻ ചെയ്യണം. ആ, ധൈര്യത്തോട് പിശാചിനോട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം വേണം നിങ്ങൾക്ക് വിശ്വാസം വേണം, പിന്നെ ധൈര്യം വേണം. ധൈര്യം വേണം, വിശ്വാസം വേണം, ധൈര്യം വേണം. അപ്പൊ വിശ്വാസം നിങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം ഓട്ടോമാറ്റിക്കായിട്ട് വരും. നിങ്ങൾക്ക് ഭയം എന്താണ്? വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. എന്തിനാണ് കൂടെ കൂടെ ഭയക്കുന്നത്? വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. വിശ്വാസത്തിന്റെ എതിരാണ് എന്ത്? ഭയം. മനസ്സിലായോ? എന്തിനാണ് ഭയം? നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ശത്രുവാണെങ്കിൽ നമ്മൾ യേശുവിന്റെ നാമത്തിൽ ദൂരെ പോ, അങ്ങനെയല്ലേ പറയണ്ടേ? യേശുവിന്റെ നാമത്തിൽ ഒന്ന് പോയി തരാമോ എന്നാണോ ചോദിക്കണ്ടേ? റിക്വസ്റ്റ് ഈസ് നോട്ട് റിക്വസ്റ്റഡ് ബിഫോർ ഡെവിൾ. മനസ്സിലായോ? ഓർത്തിരുന്നോ? റിക്വസ്റ്റ് ഈസ് നോട്ട് റിക്വസ്റ്റബിൾ ബിഫോർ ഡെവിൾ. പിശാചിന്റെ മുമ്പിൽ ഒരു അപേക്ഷയായിട്ട് അപേക്ഷ കാണാൻ.
അപേക്ഷിക്കരുത് പിശാച് മുമ്പിൽ. അവനെ ചെറുത്ത് നിൽക്കുക, അവനെ എതിർത്ത് നിൽക്കുക. അപ്പോൾ അവൻ വിട്ടുപോകും. ഈ പിശാച് അല്ല കേട്ടോ, നല്ല പൈതല, ദൈവ പൈതല. അവൻ നിങ്ങൾ ഇദ്ദേഹം പിശാചായിട്ട് നിന്റെ മുമ്പിൽ വരികയാണ്, നീ എങ്ങനെ ചെയ്യും? നമ്പർ 1 എന്താണ്? വിശ്വാസം. നമ്പർ 2 ദൈവവചനം പ്രഖ്യാപിക്കുക. എന്താണ്? ദൈവവചനം പ്രഖ്യാപിക്കുക. ദൈവവചനം പ്രഖ്യാപിക്കുക. എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്? നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നു, കൂടെ പ്രശ്നം വരുക. എന്താ? രാവിലെ പ്രശ്നം, ഉച്ചയ്ക്ക് പ്രശ്നം, വൈകുന്നേരം പ്രശ്നം, വ്യത്യാസം പ്രശ്നം. രാവിലെ എഴുന്നേക്കരുതേ എന്ന് പ്രാർത്ഥിച്ച് കിടക്കുന്നു. കാരണം എന്താ? നാളത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഹെവി ആയിട്ട് പ്രോബ്ലംസ് ആണ് ജീവിതത്തില്. മനസ്സിലായോ? ജീവിതത്തിലെ ദാരിദ്ര്യം എന്ന പ്രോബ്ലം, ആരോഗ്യ പ്രശ്നം, മക്കളുടെ പ്രശ്നം, മാതാപിതാക്കളുടെ പ്രശ്നം, കുടുംബജീവിതത്തിന്റെ പ്രശ്നം, ഇതെല്ലാം കൂടെ പറഞ്ഞിട്ട് നാളെ എന്നെ ജീവിപ്പിക്കേണ്ട കർത്താവ് എഴുന്നേക്കും, ഞാൻ മരിച്ചില്ല. ഇത് പരാജയമാണ്. ഓക്കെ, നിങ്ങൾ കിടക്കുമ്പോൾ പറയണം, ഒരായുധവും എനിക്കെതിരായി ഫലിക്കുകയില്ല. ഒരായുധവും എനിക്കെതിരായി ഫലിക്കുകയില്ല. വീട്ടിൽ നിന്നും മൂർച്ചയേറിയ ഒരു വാൾ പുറപ്പെട്ടു. ആരുടെ വായിൽ നിന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിക്കപ്പെട്ട പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് വിധികർത്താവായി വരുന്ന യേശുവിന്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെട്ടത് ഒരു വാള് പോലെ ഒരു സംഭവമാണ്. വാളാണ് പോയത്. ഈ വാളിനെ സിഗ്നിഫൈ ചെയ്യുന്ന ദൈവത്തിന്റെ വചനമായിട്ടാണ്. ദൈവത്തിൽ ഇരുതല വാളിനേക്കാളും മൂർച്ചയേറിയ ആയുധം. ദൈവത്തിന്റെ വചനം പറയുന്ന പൗലോസ്ലീഹ ഇരുതല വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്തിനെ വേണമെങ്കിലും ചെത്തി വെളിപ്പാക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ ഒരു വാള് തന്നിട്ട് നിങ്ങൾക്ക് ചതുരമായിട്ടുള്ളൊരു സംഭവം, അതായത് ഒരു തേങ്ങ, അത് ചതുരമായിട്ട് ഒരു പച്ച തേങ്ങ തരികയാണ്, അല്ലെങ്കിൽ ഒരു കരിക്ക് തരികയാണ്, അത് ഒരു ചതുരത്തിന്റെ ആകൃതിയിൽ മുറിച്ച് ഷേപ്പാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. പക്വത എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അല്ല, ബോഡി ലാംഗ്വേജ് വളരെ വളരെ മൈനർ, ഒരു 10% വരുള്ളൂ. ബാക്കി 90% വരുന്നത് ദൈവത്തിന്റെ വചനം പ്രാക്ടിക്കലായി നിന്റെ ജീവിതത്തിൽ നീ പ്രയോഗിക്കുമ്പോഴാണ് നിനക്ക് പക്വത ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതത്തിൽ അനുയോജ്യമായി അത് പ്രകടമാക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പക്വത എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ഒരുപാട് പക്വതയേറിയ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നടക്കണം. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പരാതികൾ മാക്സിമം ഒഴിവാക്കുക. നിന്റെ ജീവിതത്തെ നീ പ്രകടമാക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവവചനം കൊണ്ട് നിന്റെ ജീവിതത്തെ നീ അടുത്തും ചിന്തയും ഡിസിപ്ലിനും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവവചനം കൊണ്ട് നീ നിന്റെ ജീവിതത്തെ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് പക്വത വന്നു കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം ഡിക്ലറേഷനിലൂടെ, പ്രഖ്യാപനത്തിലൂടെ, ഇതാണ് ഞാൻ പറഞ്ഞത്, അത് വ്യാഖ്യാനിച്ചു തരാൻ സാധിക്കും. ഹല്ലേലൂയ. അവന്റെ അധരത്തിലൂടെ പോകുന്ന ദൈവവചനമാകുന്ന വാളുകൊണ്ട് ഇവൻ രാജ്യങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും, നിന്നെ മാറ്റുവാൻ സാധിക്കും, നിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരാൻ സാധിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശക്തി പ്രാപിക്കുക. ഏതൊരു അവസരത്തിലും, ഏതൊരു പരാജയ നിമിഷത്തിലും നെഗറ്റീവ് വാക്കുകൾ പറയാതെ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ വചനം പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ അധരത്തിൽ നിന്നും പോകുന്നത് മൂർച്ചയേറിയൊരു വാളാണ്. ആ വാള് ജനങ്ങളെ മാനസാന്തരപ്പെടുത്തുവാനും നിന്നെ തന്നെ പരിവർത്തിക്കപ്പെടുവാനും സാധ്യമാണ്.
Hallelujah. 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 Praise the Lord. Praise the Lord. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ മഹത്വം. യേശുവേ മഹത്വം. യേശുവേ നന്ദി. യേശുവേ നന്ദി. നമ്മൾ പരിശുദ്ധ പ്രകാശത്തിന്റെ മകനും മകളുമാണ്. പ്രകാശത്തിന്റെ മകനും പ്രകാശം എന്നെ നയിക്കും. പ്രകാശമായി നയിക്കും. ഇരുട്ടിൽ എന്നെ നയിക്കത്തില്ല. ഇരുട്ടിൽ ഞാൻ നടക്കില്ല. പൗലോസിന് വെളിച്ചം കിട്ടിയതുപോലെ, യോനായ്ക്ക് വെളിച്ചം കിട്ടിയതുപോലെ, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ധ്യാനം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഒരു പുതിയ വ്യക്തിയായിരിക്കും. You fight. ഇവിടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കത്തിച്ചു കളയും. ഞാൻ കത്തിച്ചു കളയും. എന്റെ പ്രശ്നങ്ങളെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീയാൽ കത്തിച്ചു കളയുന്നു. കത്തിച്ചു കളയുന്നു. എന്നോട് പോരാടുന്ന ദുർശക്തികളെ, പൈശാചിക ദുർശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. എന്റെ ജീവിതത്തിൽ നിന്നോ, എന്റെ കുടുംബത്തിൽ നിന്നോ, എന്റെ സാമ്പത്തിക ജീവിതത്തിൽ നിന്നോ, എന്റെ ജോലിയുടെ മേഖലയിൽ നിന്നോ എല്ലാ ദുഷ്ട ശത്രുവിനെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. ഞാൻ ആട്ടിപ്പായിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആമേൻ. പോരാട്ടം പോരാടുമോനെ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചത്. എന്റെ മകനായ തിമോത്തിയോസേ, എന്റെ മകനായ തിമോത്തിയോസേ എന്ന് പറഞ്ഞാൽ ആത്മീയ മകനായ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾക്കനുസരിച്ച് വിശ്വാസത്തോടും നല്ല മനസ്സോടും കൂടെ നന്നായി പോരാടുന്നതിനുള്ള നന്നായി പോരാടി ചേച്ചി. ഹല്ലേലൂയ. നന്നായി പോരാടാൻ പോവാ. അതെ, അടുത്തിരിക്കുന്നവരോട് നന്നായി പോരാടാൻ. ദൈവത്തിന്റെ വചനം നീ കൽപ്പിച്ചാൽ ഏതിനെയും നടക്ക് മാറ്റുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആലോചിക്കുക, ദൈവം നിന്റെ മേൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്താലും നീ എന്ത് ചെയ്യണം? പോരാടുക. ദൈവവചനമെന്ന വിശ്വാസമെടുത്ത്, ആ പരിചയമെടുത്ത്, ആ ആയുധമെടുത്ത്, ആ വാളെടുത്ത് യുദ്ധം ചെയ്യുക. വെറുതെ ഇരിക്കുന്നു. രാവിലെ സ്പ്രിങ് രാവിലേക്ക് എഴുന്നേൽക്കുമ്പോഴുണ്ടോ നമ്മളിങ്ങനെ മെല്ലേക്ക് എഴുന്നേക്കുന്ന അല്ലേ, ചാടി എഴുന്നേക്കണം. പറ്റുമോ? നാളെ മുതലൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കും. ഇങ്ങനെ നമ്മുടെ മനസ്സിലാണ് അല്ലേ, പ്രലോഭിപ്പിക്കപ്പെടുന്നതും മനസ്സില്, പാപം ചെയ്യിപ്പിക്കുന്നതും മനസ്സില്, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് മനസ്സില്, എല്ലാം മനസ്സാണ്. അപ്പൊ മനസ്സെന്താണ്? ഉറക്കെ പറഞ്ഞു, യുദ്ധക്കളം. അതൊരു ഗ്രന്ഥമാക്കി. എങ്ങനെയാ മദ്യപാനം വരുന്നത്? മദ്യപാനം ചെയ്യാനുള്ള ഒരു ആസക്തി ആദ്യമേ വന്നു, അതിങ്ങനെ തുടങ്ങി, അത് ബിൽഡ് ചെയ്ത് സ്ട്രോങ് ഹോൾഡ് എന്ന് വെച്ചാൽ ഭയങ്കരമായ ശക്തിയാൽ ബലപ്പെട്ടിരിക്കുന്ന ഒരു ചെയിൻ, ഒരു നെറ്റായി ഡെവലപ്പ് ചെയ്തതിനുള്ള മനസ്സ്. അതിനെ ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? വിടുതൽ പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനും പ്രശ്നമാണ്. എല്ലാം ഒരു സ്ട്രോങ് ഹോൾഡ്. സ്ട്രോങ് ഹോൾഡ് എന്ന് യഥാർത്ഥത്തിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈ പ്രതിബന്ധങ്ങളെ ശക്തീകരിക്കപ്പെടുന്ന ഒരു കോട്ട. മനസ്സിലായോ? ദൈവവചനത്തിന് വിരുദ്ധമായി പ്രബലപ്പെട്ട ഒരു വലിയ കോട്ട നിന്റെ മനസ്സിൽ കെട്ടിപ്പടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അറിയാം, അതിനെ ഇടിച്ച് താക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നിനക്ക് പരിവർത്തനവും മാനസാന്തരവും വരുന്നത്. മനസ്സിലായത്? ക്രിസ്തുവിനെ അനുഗ്രഹിക്കുന്നത് എല്ലാ ചിന്താഗതിയെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത്, for the weapons of our warfare are not carnal but mighty in God. നാലാമത്തെ വാക്യം വെച്ച് എന്തുകൊണ്ടെന്നാൽ
ഞങ്ങളുടെ സമരായുധങ്ങൾ ഞങ്ങളുടെ സമര ആയുധങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. പരിശുദ്ധാത്മാവിൽ ശക്തനാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? അതായത് ഇത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു പഠിപ്പീര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സാരാംശം സിമ്പിൾ ആയിട്ട് ഞാൻ പഠിപ്പിക്കാം. അതായത് ഇങ്ങനെ, യെസ്, ആയുധം, നമ്മുടെ യുദ്ധത്തിന്റെ ആയുധം ജഡരക്തങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വാക്ക് പറയുമ്പോൾ രണ്ട് വാക്ക് പറയുന്നതല്ല, ഒരാളെ തല്ലി ഓടിക്കുന്നതല്ല, ഒരാളുമായിട്ട് ശണ്ട കൂടുന്നതല്ല. നമ്മുടെ ആയുധം എന്താണ്? നിന്റെ മനസ്സിൽ കെട്ടിയിരിക്കുന്ന വൻ കോട്ടകളുണ്ട്. എന്താണ് ഈ കോട്ട? ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ദുശീലത്തിന്റെയും മറ്റ് ദേഷ്യത്തിന്റെയും മറ്റ് എല്ലാ തിന്മയുടെയും കോട്ടകൾ. ഹലോ, കേൾക്കുന്നുണ്ടോ? എല്ലാ തിന്മയുടെയും കോട്ട നിന്റെ മനസ്സിൽ നീ കെട്ടിയിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. മനസ്സിലായോ? വർഷങ്ങളായി കെട്ടിയിരിക്കുന്ന ഈ കോട്ടകളെ ഇടിച്ചു തകർക്കാൻ ഉപയോഗിക്കുന്നത് ജഡരക്തങ്ങളല്ല. പിന്നെ എങ്ങനെയാ? ദൈവത്തിന്റെ മഹാശക്തി, ദൈവത്തിനുള്ള മഹാശക്തി. ദൈവം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ശക്തി ഉപയോഗിച്ച് ആ കോട്ടകളെ ഇടിച്ചു തകർത്തു. നിങ്ങൾ കേട്ടായിരുന്നോ? കഴിഞ്ഞതിന് മുമ്പത്തെ ഉണ്ടായിരുന്നു, അത് മനസ്സിലുണ്ടായിരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ടച്ച് കിട്ടിയപ്പം സാധനം കിട്ടും. അതിനോട് സാക്ഷ്യം പറഞ്ഞു. അപ്പോ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് കിടക്കുന്ന ഈ തിന്മയുടെ കോട്ട നാളെ വൈകുന്നേരം 8 മണിക്ക് ശേഷമുള്ള ശുശ്രൂഷയിൽ അത് പൊട്ടി. യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടിപ്പോകും. ഹല്ലേലൂയ. നാളെയാണ് നമ്മുടെ ഹീലിംഗ് സർവീസ്.